ജോധ്പൂരിലെ വഴികളിലൂടെ നമ്മൾ നടക്കുമ്പോൾ കാണാം, ഇതാ ചുവരുകളിലൊക്കെ ഇങ്ങനെ മധുബനി ചിത്രങ്ങൾ വരച്ച് വെച്ചിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒരു വീട്ടിൽ മാത്രമല്ല, മിക്ക വീടുകളിലും ഇങ്ങനെ ചിത്രങ്ങൾ നമുക്ക് കാണാം. ലോകത്തിൻ്റെ പല ഭാഗത്തും വർഷങ്ങൾക്ക് മുൻപേ പ്രശസ്തമാണ് മധുബനിയിലെ ചിത്രങ്ങൾ. ഇവിടെ വന്ന് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ എന്തുകൊണ്ടത് പ്രശസ്തമാവുന്നു എന്ന് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്ര സുന്ദരമായിട്ടാണ് ഇവർ ഈ ചിത്രങ്ങൾ വരച്ചെടുക്കുന്നത്. എന്തായാലും ഒരു ദിവസം ഒരു 800 രൂപയൊക്കെ സമ്പാദിക്കാൻ കഴിയുന്നുണ്ട് എന്ന് ഇവർ പറയുന്നു. मोदी 10-10 हजार का पठलखिन है पाई सब दीदी के, लेकिन हमरा नहीं एलिया. ഇത് സീതാദേവിയുടെ വീടാണ്, പത്മശ്രീ സീതാദേവിയുടെ വീട്. ഈ മധുബനി ചിത്രങ്ങൾ ലോക പ്രശസ്തമാവുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച വ്യക്തിയുടെ വീട്. यहाँ कम से कम 500 महिलाएं ये पेंटिंग पर निर्भर है. ये इस गांव पे जो पर्यटन गांव है, तो इसी गांव में ऐसा होना चाहिए जो हर देश का लोग यहाँ पर आए देखे. ये जितवारपुर गांव कलाग्राम है, तो उसको ऐसा चीज़ सब देखना चाहिए, कोई यूनिक चीज़ सब होना चाहिए इस गांव में. ഒരു കലാഗ്രാമം എന്നുള്ള നിലയിൽ ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ട ഇടപെടലൊന്നും ഉണ്ടാവുന്നില്ല എന്നതിൻ്റെ സങ്കടമാണിപ്പോൾ അവർ പങ്കുവെച്ചത്. ഈ മധുബനി ചിത്രങ്ങളുടെ വില നമ്മൾ നോക്കിയാൽ ആട്ടോ സാർ 8000 രൂപയാണ് ഇതിൻ്റെ വില. വരച്ച ഈ ചിത്രത്തിന് 2000 രൂപയാണ് വില. ഇത് കരി പ്രത്യേക തരത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു പെയിൻ്റാണ്. ഇതിന് 300 രൂപയാണ് അവർ വാങ്ങുന്നത്. 200 രൂപയുടേതാണ് ഈ ചിത്രങ്ങൾ. ഇവർ തന്നെ പറയുന്നത് ഇവിടെ നിന്ന് ഒരു 8000 രൂപയ്ക്കൊക്കെ വാങ്ങിപ്പോകുന്ന ചിത്രങ്ങൾ പലയിടത്തും 20,000-നും 30,000-നും 50,000-നൊക്കെയാണ് വിൽപ്പന നടത്തുന്നതെന്നാണ്. ജോധ്പൂരിലെ ഹരിജൻ കോളനിയിലേക്കാണ് നമ്മളിനി പോകുന്നത്. അവിടെയുള്ള ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ ചിത്രങ്ങൾ, മധുബനി ചിത്രങ്ങൾ വരയ്ക്കുന്നതിൽ വലിയ കഴിവ് അവർക്കുള്ളത്. നമ്മളൊരു വീടിൻ്റെ വരാന്തയിലേക്കാണ് കയറുന്നത്. ഈ ഗ്രാമത്തിലെ നോക്കൂ, ഇവിടെ മുഴുവൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഒരു മൺചുവരാണ്, ഇതൊക്കെ അവർ വരച്ച് വെച്ചതാണ്. ഓ പൂരാ ഇത് നീല കളറാണ്, അത് മഞ്ഞ കളറാണ്. ഇതൊക്കെ ഇവർ പല ചെടികളുടെയും പൂക്കളുടെയും ഇലയും പൂവൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കളറാണ്. नीतीश जी को अब बहुत उम्र भी हो गया और 15 साल राज भी किए. न्यू आदमी और को नया जवान और को होना चाहिए. നമ്മൾ അപ്പുറത്ത് ആദ്യം കണ്ട ചിത്രങ്ങളിൽ കൂടുതലും ദൈവങ്ങളായിരുന്നു. പക്ഷേ ഇവിടെ ഹരിജൻ കോളനിയിലേക്ക് വരുമ്പോൾ ഈ ചിത്രങ്ങളിൽ കൂടുതലും പൂക്കൾ, കിളികൾ, മരം, മത്സ്യം തുടങ്ങി ആളുകൾ ഒക്കെയാണുള്ളത്. അങ്ങനെ ഒരു വ്യത്യാസം കൂടി അവിടെയും ഇവിടെയുമായിട്ടുണ്ട്. ഈ മധുബനി ചിത്രങ്ങൾ സംരക്ഷിക്കാൻ, അതിപ്പോഴും വരയ്ക്കുന്ന ആളുകളെ സംരക്ഷിക്കാൻ സജീവമായ ഇടപെടൽ വേണമെന്നാണ് ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ തോന്നിയത്. അതിഗംഭീര ചിത്രങ്ങളാണ്, അതുകൊണ്ട് തന്നെ സംരക്ഷിക്കപ്പെടേണ്ടതുമാണ്. മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുന്നു ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെ.